ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നല്ലൊരു മഴയും കാറ്റുമൊക്കെ പെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ ഞങ്ങൾ പിന്നെ വടശ്ശേരിക്കരയൊക്കെ പോയി ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും ഇന്ന് ഞാൻ വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കൽത്തപ്പം ഉണ്ടാക്കി. അതിന് 10 ഉള്ളി അരച്ച് ഇന്നലെ കുതിർത്ത് വെച്ച അരി ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ടിരുന്നത് ഇന്നെടുത്ത് അരച്ച്, ശർക്കര കല്ലില്ലാത്തതായിരുന്നു, അതിൻ്റെ കൂടിട്ടരച്ച്, പിന്നെ ഉള്ളിയും തേങ്ങയും കൂടെ വഴറ്റി വെളിച്ചെണ്ണയ്ക്കകത്താണ് വഴറ്റി. ആ വെളിച്ചെണ്ണ ഉള്ളിയും തേങ്ങയും വഴണ്ട് വന്നപ്പം ആ തേങ്ങയും വെളിച്ചെണ്ണയും ഉള്ളിയും കൂടെ കോരി മാവിനകത്ത് ഒഴിച്ചിട്ട് ആ വറുത്ത ചട്ടിക്കകത്ത് തന്നെ ഞാൻ ഒഴിച്ച് ചുട്ടെടുത്തത്. ഞങ്ങൾ അപ്പം ചുടുന്ന അപ്പച്ചട്ടിയാണ്. അതിനകത്ത് എല്ലാവരും കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ചട്ടി നല്ല ടേസ്റ്റുണ്ട്, നല്ലതാണ്, നല്ല ഇതായിട്ട് കിട്ടി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം. ലൈക്ക് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. വീഡിയോ നല്ലതാണെങ്കിലും ചള്ളാണെങ്കിലും അതിൻ്റെ അഭിപ്രായം എഴുതി അറിയിക്കണം. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ എനിക്ക് മഴക്കോളും ഇതുമൊക്കെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ അകത്ത് കയറി അവിടെ ഇരിക്കുക. എന്തൊക്കെയാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഇതുപോലെ ചെയ്ത് നോക്കണേ, നല്ലതാണ്. കൊച്ചുങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാം. എപ്പോഴും അപ്പവും ദോശയും കഴിക്കാത്തവരൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടും. അതൊക്കെ കൊച്ചുങ്ങൾക്കൊരു ചേഞ്ചും നല്ലതല്ലേ. എനിക്ക് എടുത്ത് മൊത്തത്തിൽ ഒഴിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ കോരി ഒഴിച്ച് നോക്കിയത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എടുത്തൊഴിച്ച് ആദ്യം ചട്ടി പഴുപ്പിച്ച് പഴുത്ത് കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചത്. അടി കരിയാതെ ശ്രദ്ധിക്കണം. മധുരം ഇട്ട് ചുടുന്നതായതുകൊണ്ട് അടി കരിയാതെ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ഒഴിച്ചത് എനിക്ക് ശരിയായില്ലെന്ന് പറഞ്ഞാൽ അത് അടി കരിയുകയും ചെയ്ത് അകം പൊട്ടുകയും ചെയ്ത്. രണ്ടാമത് ഒഴിച്ചതാണ് നല്ലതുപോലെ കിട്ടിയത്. അത് നല്ലതായിട്ട് കിട്ടി, നല്ല ഇതായിട്ട് കിട്ടി. ആദ്യം ഞാൻ വിചാരിച്ച് കുക്കറിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുക്കറിൽ വെച്ചില്ല. ശരി, അങ്ങനെ ശരിയാക്കി എടുത്തത്. ശരി, എന്നാൽ എല്ലാവരും